എനിക്ക് ഓഫീസിൽ പോകാനുള്ള ആളാണ് ഞാൻ. ഈ ഏകദേശമുള്ള സ്ഥലം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങുന്നുണ്ട്. എനിക്ക് പോകാനായിട്ടൊരു വഴിയില്ല. 2 മാസം കൂടുമ്പോൾ വീണ്ടും വെള്ളം കയറും. ഇവിടെ വെള്ളം കയറി കാരണം അവരിട്ടിരുന്ന കുഴൽ ശരിയല്ല. കോർപ്പറേഷൻകാർ ഡ്രെയിനേജ് ശരിയാക്കി തന്നെങ്കിലേ പാവങ്ങൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ മഴ പെയ്യുമ്പോൾ ഓടയിൽ നിറഞ്ഞിപ്പോൾ എല്ലായിടും പ്ലേറ്റുകളും അതും ഇതുമൊക്കെ വന്ന സമയത്ത് വെള്ളം താഴാൻ ഒരു സ്ഥലവും ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വെള്ളം ഈ രാമേന്ദ്രയുടെ തൊട്ടടുത്തൊരു വലിയൊരു ഓടമുണ്ട്. ഇവിടുന്ന് ഓപ്പറേഷൻ അനന്ത വന്നതിന് ശേഷം അവിടെ വന്ന് അനന്ത ഫുള്ളാവാതെ നിൽക്കുകയാണ്. വണ്ടി നിന്ന് പോയതാണോ? അതിലൂടെ വന്നപ്പം ഓഫായി. ഒരു രക്ഷയില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും മഴ പെയ്താൽ ഇവിടെ ഒരു ബുദ്ധിമുട്ട് തന്നെ മോനെ. ഇതിനൊരു മാറ്റമില്ല. ഈ പിന്നെ ഓടയൊക്കെ കെട്ടാതിരുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെ. കഞ്ഞൂടി മുട്ടി കിടക്കണം, അത്രേ ഉള്ളൂ. ലക്ഷങ്ങൾ പോയി, അത്രേ ഉള്ളൂ. ബമ്പറുകളൊക്കെ നിറഞ്ഞു കിടക്കണം. ഈ കട മാത്രമല്ല, 4 കടയുണ്ട് ഈ ലൈനിൽ. ആ 4 കടയും എന്നല്ല, ഈ ഏരിയയിലുള്ള ഒരു കടയ്ക്കും തുറക്കാൻ പറ്റുന്ന കണ്ടീഷൻ. ഇത് മാറുന്നില്ല. ഞാൻ വന്നിട്ട് ഇവിടെ 22 വർഷം കൊണ്ട് ഇത് തന്നെയാണ് കാണുന്നത്. സ്ഥിരമായിട്ട് വെള്ളം കയറി. ഇവിടെ ഒരു മഴ പെയ്താൽ ഫുള്ളായിട്ട് നിന്ന് ഇവിടെ വെള്ളപ്പൊക്കമാണ്. കുഴിയിൽ വീണു വെള്ളം കയറി കഴിഞ്ഞാൽ കിടക്കാൻ പോലും ഒക്കില്ല. ഈ മുട്ടടി വെള്ളമാണ്. കാലവർഷത്തിന്റെ അവസാന ലാപ്പിൽ മഴയുടെ ഭീകരത തലസ്ഥാന നഗരത്തിൽ ദൃശ്യമായ ദിനമായിരുന്നു ഇന്ന്. തിരുവനന്തപുരം ഉറങ്ങി എഴുന്നേറ്റത് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ്. ചുറ്റും വെള്ളം. റോഡുകൾ പുഴയായി, ജനങ്ങൾ നീന്തി. പഞ്ചൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും ഇടയ്ക്കുള്ള ഈ റോഡിലേക്ക് വന്നാൽ മഴ എത്രമാത്രം ശക്തമായിരുന്നു, മഴ വലുതായിരുന്നു എന്ന് നമുക്ക് കാണാം. കാരണം സ്ഥിരം കാഴ്ചയാണ്. പേപ്പർ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ 3:30 മണിക്ക് വന്നതാണ്. അതാ പല പേപ്പറും നനയുകയും ചെയ്തു. അശാസ്ത്രീയമായൊരു നിർമ്മാണത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഈ നിൽക്കുന്ന റോഡിൽ വെള്ളക്കെട്ടിന്റെ വലിയ പ്രശ്നമില്ല. എന്നാൽ തൊട്ടിപ്പുറത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകാൻ സ്ഥലം കൃത്യമായില്ല. നമ്മളിത് നാളുകളായി പറയുന്നതാണ്. സ്മാർട്ട് സിറ്റി നിർമ്മാണം വന്നപ്പോഴൊക്കെ തലേ ദിവസം രാത്രി തുടങ്ങിയ മഴ രാവിലെയും തോർന്നില്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിലായി. റോഡുകളും ഓടകളും നിറഞ്ഞൊഴുകുന്ന വെള്ളം. വാമനപുരം നദി, കിള്ളിയാർ, കരമനയാർ എല്ലാം കരകവിഞ്ഞു. കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കാട്ടാക്കട മേഖലകളിൽ മഴ രൗദ്രഭാവം പൂണ്ടു. 5 തെങ്ങുമൂട് ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി. കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വീടുകൾ വെള്ളത്തിനടിയിലാക്കിയത്. വീരണകാവിൽ 6 മാസം മുൻപ് നിർമ്മിച്ച ബണ്ട് തകർന്നു വീണു. വിളപ്പിൽശാല നൂലിയോട് വാർഡിലെ ഇരട്ടക്കുളത്തിന്റെ ഭിത്തി തകർന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 53 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷവും ചേർത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന വയോജന പാർക്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ള ബണ്ട് തകർന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശം. വെങ്ങാനൂർ പഞ്ചായത്തിൽ ഏക്കറുകളുടെ കൃഷി വെള്ളത്തിലായി. ഇവിടെ ഈ മേലധികാരികളടുത്ത് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ 10,000 ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഴ, മരിച്ചിനി, കീര, പയറ്, പടവലം, വെണ്ട, മറ്റ് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ ഈ ഉണ്ടാക്കി വച്ചയ്ക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഈ വെള്ളത്തിൽ കൂടെ വഴിയും വിഴിഞ്ഞം കടപ്പുറത്താണ് ചെന്ന് ഇത് അവസാനിക്കുന്നത്. ഒരു കാരണവശാലും അത് പറഞ്ഞിട്ട് ഇവര് ഒരു പരാതിയും സ്വീകരിക്കാത്ത മട്ടിലാണ് ഇവിടെ ഇപ്പൊ നിലവിലുള്ളത്. ചാവടിനട വയലിൽ 15 ലക്ഷം രൂപയുടെ കൃഷി നശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം.
തോട്ടിലെ ബണ്ട് പൊട്ടിയാണ് മഴവെള്ളം വയലിലെത്തിയത്. ഏകദേശം 25 ഹെക്ടറോളം കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കർഷകർക്ക് ഏകദേശം ഒരു 25 ലക്ഷത്തിനടുപ്പിച്ച് കൃഷിനാശം ഉണ്ടായതായി പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു. IT നഗരമായ കഴക്കൂട്ടത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ് ജനങ്ങളെ വലച്ചത്. ആക്കുളം നിഷിന് സമീപം റോഡിലെ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളത്തിലകപ്പെട്ട വാഹനങ്ങൾ കെട്ടിവലിച്ചാണ് മാറ്റിയത്. മേലാറന്നൂർ തോട്ടുവരമ്പ് പ്രദേശം വെള്ളത്തിനടിയിലായതോടെ കുടുങ്ങിപ്പോയ 72-കാരിയായ ബേബിയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ശ്രീവരാഹത്തെ ആമയിരഞ്ചാൻ തോടിന് സമീപത്ത് താമസിക്കുന്നവരുടെ വീടുകളിലൊക്കെ വെള്ളമായിരുന്നു. മാലിന്യം നിറഞ്ഞ് തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതോടെ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തോട്ടിൽ മാലിന്യം തടഞ്ഞു നിൽക്കാതിരിക്കാൻ പ്രതിരോധം തീർക്കുകയാണ്. ശ്രീവരാഹത്തെ ആമയഞ്ചാൻ തോടിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഇത്രമാത്രം മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തോടിന്റെ സ്വാഭാവികമായ ഒഴുക്ക് ഇവിടെ തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുക വലിയ പ്രയാസമാണ്. നിരവധി വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം വെള്ളം കയറി വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം തിരിച്ചിറങ്ങി പതിയെ പോയതാണ്. വീടെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ആളുകൾ. ഏതാണ്ട് 20-ലധികം വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ബുദ്ധിമുട്ടായോ? ഭയങ്കര ബുദ്ധിമുട്ട്. അകത്ത് വരെ കയറി അകത്തൊന്നര കയറി വെള്ളം ഒഴുകി പോകാനും പറ്റത്തില്ല. അത് അവിടെ എവിടെയൊക്കെ അടച്ചു കളഞ്ഞ ബ്ലോക്ക് ചെയ്തവര് ആരോ അവിടെ കെട്ടിയവര് അവിടെ ക്ലോസ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് പൊയ്ക്കൊണ്ടിരുന്നതാണ്. എന്നാ വെള്ളം ഇവിടെ ഇരുന്ന് അവിടെ ബാത്റൂമും കുളിമുറി എല്ലാം നടയിലെ വരെ വെള്ളം, അകത്തൊന്നും കാരില്ല. ഇപ്പൊ വൃത്തിയാക്കിയതാണോ? ഇത്തിരി കൈയും കാലൊക്കെ നോക്ക്, കാലൊക്കെ നോക്ക്, കൈയും കാലും ഒക്കെ നീറി. അങ്ങനെയാണ് ഇത്രയും നേരം നമ്മൾ പാടുപെട്ടു. ഗ്യാസൊന്നും അവർ എടുക്കാനില്ല. അപ്പോൾ എല്ലായിടത്തുനിന്നും കൊണ്ടുവന്ന് ഇവിടെ തള്ളും. ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൊണ്ട് നമ്മളാരും കാണില്ല. അവർ പറയും നമ്മൾ ഫോട്ടോ, നമ്മൾ കാത്തിരുന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നമുക്ക് ഒക്കില്ല. ഈ സമയത്തും കാലത്തും ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്ന് ഈ ഓടം ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. അത് ദയവ് ചെയ്ത് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട കുട്ടികളും ഒക്കെ ഉള്ളതാണ്. ഇവിടെ തടഞ്ഞു നിൽക്കുന്ന ഈ മാലിന്യം അത് കുത്തിവിടാനുള്ള ശ്രമത്തിലാണ് ഇവിടെ കുട്ടികൾ. വലിയ ദുരിതമാണ് മഴക്കാലമാകുമ്പോൾ കാത്തിരിക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണം അത് പൂർണ്ണമായി വിജയത്തിലായോ, അല്ലെങ്കിൽ പൂർണ്ണമായി എല്ലാ സ്ഥലത്തും എത്താൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. മാലിന്യക്കൂനയ്ക്കിടയിൽ ജീവിക്കുന്ന തിരുവനന്തപുരം കരിമഠം കോളനി നിവാസികൾക്ക് മഴ പെയ്താൽ ആദിയാണ്. ഡ്രൈനേജ് സംവിധാനം നന്നാക്കണമെന്ന് ഏറെ നാളുകളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രായഭേദമില്ലാതെ രക്ഷയ്ക്കായി കരിമഠം കോളനി നിവാസികൾ അപേക്ഷിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ കരിമഠം കോളനിയിലാണ് നിലവിൽ നമ്മളുള്ളത്. എന്തായാലും മഴ മാത്രമല്ല ഇവിടെ പ്രശ്നമാകുന്നത്, മഴ മൂലമുള്ള വെള്ളക്കെട്ട് പ്രതിസന്ധിയാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രശ്നമാകുന്നത് ഈ മാലിന്യമാണ്. കരിമഠം കോളനിയുടെ ഏതാണ്ട് നടുഭാഗത്ത് തന്നെയാണ് ഈ പറമ്പുള്ളത്. ഈ പറമ്പിൽ നിറയെ മാലിന്യമാണ്, ഒപ്പം വെള്ളക്കെട്ടുമുണ്ട്. കന്നുകാലികളെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും വെള്ളക്കെട്ടുണ്ടായി ഈ വെള്ളം പുറത്തേക്ക് ഒഴുകുമ്പോൾ വലിയ രോഗസാധ്യതയാണ് ഇവിടെ ഉള്ളവർക്ക് വലിയ ആശങ്കയാകുന്നത്. കൊതുവാണ് മെയിൻ പ്രശ്നം. കൊതു കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കുന്നത്. ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് കുറെ കാലമായി. ഇത് കൊണ്ട് ഇത് ഇല്ല. എന്താ ഇത് മാലിന്യം എവിടെ നിന്നാണ് ഈ വരുന്നത്? മാലിന്യം ഇവിടെ ഉള്ള ആൾക്കാരാണ് കൊണ്ടിരുന്നത്. ആണല്ലേ? ഇവിടെ ഉള്ള നാട്ടുകാരാണ് കൊണ്ടിരുന്നത്. വീട്ടിലെ പ്രശ്നമാണ്, നമുക്ക് നാറ്റം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല. ഈ 2 ആഴ്ചക്ക് മുമ്പാണ് നമ്മൾ 3000 രൂപ എല്ലാവരെയും പിരിച്ച് നമ്മൾ റെഡിയാക്കിയത്. എന്നിട്ടും വീണ്ടും നിറഞ്ഞ് പൊട്ടിയിട്ട് മേലധികാരി 24-ൽ അറിയിച്ച് അവർ മേലധികാരികൾക്ക് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെയും വന്നെത്തി നോക്കിയിട്ടില്ല. പ്രശ്നം ഉണ്ടാകുന്ന വീടുകൾ വെള്ളക്കെട്ട് വരണത് എൻ്റെ വീടും അവരെ 3 വീടുമാണ് ഇപ്പം പ്രശ്നമുള്ളത്. മാലിന്യങ്ങൾ കൊണ്ട് നിറയണത് ഞങ്ങളെ 3 വീടേ ഉള്ളൂ. ഇങ്ങനെ ജീവിക്കാൻ നമ്മളൊക്കെ എവിടെ പോകാൻ നമുക്ക് പോക്കടിയില്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കണം. എല്ലാ വീട്ടിൽ അപ്പുറത്താണെങ്കിൽ അവൾ സുഖമില്ല കിടക്കണം. ഈ നാറ്റങ്ങളും കൊതുകടിയും എല്ലാം കൊണ്ട് കിടക്കാനും കൂടെ വയ്യ. എത്ര നാളായിട്ട് ഇവിടെ ഇങ്ങനെ മാലിന്യം ഉണ്ടോ? ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ടൊക്കെ ഉള്ളൂ. ബാക്കി ഒരു വീട് ഇവിടെയൊക്കെ വീടായിരുന്നു, അത് പൊളിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം കൊണ്ടിടുന്നത്. 1.5 മാസമായി നമ്മൾ സന്തോഷമായി കളിച്ചു. ഒരു ദിവസം നമ്മൾ കളിക്കുമ്പോൾ അടുത്ത ദിവസം ഡ്രെയിനേജ് വരും. പിന്നെ നമ്മൾ കളിക്കാനൊന്നും ഇറങ്ങില്ലല്ലേ. പൊട്ടി വരുമ്പോൾ ഭയങ്കര വെള്ളം കെട്ടിയിരിക്കും. അപ്പൊ കാലിലൊക്കെ വെള്ളം നനയുമ്പോൾ വീട്ടിൽ കയറും.
ഇത്ര ദിവസം കളിച്ചിട്ടില്ല നമ്മള് വെളിയിൽ. നമ്മൾ കളിക്കാൻ നേരത്ത് കുറെ അമ്മമ്മമാരും പറയാം നമ്മുടെ അടുത്ത് കളിക്കലെന്നൊക്കെ. നമ്മൾ കുറെ ദിവസമായി കളിച്ചത്. സ്കൂളിൽ പോയാലും കളിക്കാൻ പറ്റില്ല, മഴ അവിടെ വെള്ളം കിട്ടും. നിലവിൽ എന്തായാലും സംവിധാനങ്ങളുടെ ഒരു പരാജയം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡ്രൈനേജിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ മഴയും കൂടി എത്തുമ്പോൾ വലിയ ദുരിതമാണ് ഈ കരിമഠം കോളനിയിലുള്ള മനുഷ്യർ അനുഭവിക്കുന്നത്. അതും 2 വർഷമായി. ഇനിയും പരാതി പറയാൻ അവർക്ക് വയ്യ എന്നാണ് പറയുന്നത്. അപ്പോഴും ജീവിക്കാനുള്ള പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര പുത്തൻതെരുവിലെ ജനങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിലായിരുന്നു. ഓടയിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നെന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര പുത്തൻ റോഡിലാണുള്ളത്. മഴ ഒന്ന് ശമിച്ചപ്പോൾ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിയെങ്കിൽ ഇവിടെ ആശങ്ക ഒഴിയുന്നില്ല. ആശങ്ക ഒഴിയാതെ ഈ തൊഴിലിന് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. 10-ലധികം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇവിടെ ജോലിയെടുക്കുന്നവർ താമസിക്കുന്ന വീടാണ്. അതിനുള്ളിലേക്ക് പോലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അവരാരും ഇന്ന് തൊഴിലിന് പോകാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓട അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തുറന്ന് ഉൾപ്പെടെയുള്ള, അതായത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അവർ എത്തിയിട്ടുണ്ട്. എനിക്ക് ഓഫീസിൽ പോകാനുള്ള ആളാണ് ഞാൻ. ഈ ഏകദേശമുള്ള സ്ഥലം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങുന്നുണ്ട്. എനിക്ക് പോകാനായിട്ടൊരു വഴിയില്ല. എന്താ ചെയ്യുക? എൻ്റെ ബാഗിൽ മുഴുവൻ ചെളിയും വെള്ളമൊക്കെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പോകാനായിട്ട് വഴിയില്ലാതെ ഞാൻ കിടന്ന് വിഷമിക്കുക. ഓടയുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഇതുവരെ ഒന്നും ഒരു ഫലം കണ്ടിട്ടില്ല. ആ വെള്ളം തന്നെയാണ് ഇങ്ങോട്ട് മൊത്തം കയറുന്നത്. അമ്മേ എങ്ങനെ ഉണ്ടാവും ഈ മഴ? അമ്മ വെള്ളത്തിലാണല്ലേ നിൽക്കുന്നത്? എനിക്ക് 70 വയസ്സായി. ഞാൻ ഇവിടെ താമസിക്കുകയാണ്. ഈ വെള്ളത്തും എപ്പോഴും വന്ന് കയറും. അര പാർട്ടിക്കാർ മാറി ഇന്ന് വീട് മാറ്റി തരും ഫ്ലൈറ്റ് വെച്ച് തരും. ഇതുവരെ ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടില്ല. അമ്മയ്ക്ക് അസുഖങ്ങൾ, ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയില്ലേ? കാലില് ചൊറിയൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വേദനയും കാല് തരിപ്പും നീരാണും എല്ലാം ചെയ്യും. എത്ര വർഷമായിട്ട് എങ്ങനെ ഉണ്ടമ്മേ ഈ ഒരു സ്ഥിതി മഴ പെയ്യുമ്പോൾ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. വർഷം മാത്രമല്ല, ഇതിപ്പം കന്നിമാസമല്ലേ, കന്നിമാസത്തിലും മഴ തന്നെ. ചിങ്ങത്തിലും അതുപോലെ തന്നെ മഴയായിരുന്നു. ഈ മഴ പെയ്യുമ്പോൾ ഓടയിൽ നിറഞ്ഞപ്പോൾ എല്ലായിടും പ്ലേറ്റുകളും അതും ഇതുമൊക്കെ വന്ന സമയത്ത് വെള്ളം താഴാൻ ഒരു സ്ഥലവും ഇല്ല. വലിയ ദുരിതം. മഴക്കോള് കണ്ടാൽ തന്നെ വലിയ ആശങ്കയിലേക്ക് പോകുന്ന മനസ്സുകളാണ് ഇവർക്കുള്ളത്. കാരണം സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നേരത്തെ തന്നെ നഗരസഭയുടെ തൊഴിലാളികൾ വന്നിട്ട് ഈ ഓട അടഞ്ഞു കിടക്കുകയാണെന്ന് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ വെള്ളം ഇറങ്ങാതെ ഇവർക്ക് നന്നായി യാത്ര ചെയ്യാൻ, സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന വലിയ വസ്തുതയാണ് നമുക്ക് അട്ടക്കുളങ്ങര പുത്തൻ റോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കിഴക്കേക്കോട്ടയിൽ റോഡിൽ വെള്ളക്കെട്ട്. കടകളിൽ വെള്ളം കയറി. ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ടല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വലിയ നഷ്ടമായിരിക്കുമല്ലോ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഈ തോട് എത്രമാത്രം മലിനമായി കിടക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന്, ഈ അറവുശാലകളിൽ നിന്ന് മാലിന്യം ഒഴുകുന്ന വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ തോട് ഉൾപ്പെടെ ഒഴുകുന്നത്. ഇപ്പോഴാണ് നോക്കൂ, ആ തോടിൽ നിന്നാണ് പല സാധനങ്ങളും ഒഴുകി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നാണ് വെള്ളം ഒഴുകി ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ അത്രമാത്രം ദുർഗന്ധം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നിന്നാണ് ഈ മനുഷ്യർ കച്ചവടം ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് ഈ അമ്മ ഈ വെള്ളവും താണ്ടി ഇറങ്ങണ്ട എന്ന് പലതവണ വിചാരിച്ച് രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ്. മഴ ശമിക്കും, വെള്ളം കുറയുമെന്ന്. അതൊന്നും നടക്കുന്നില്ല. ഒടുവിൽ നിർബന്ധിതരാകുകയാണ് അവർ കടന്നു പോകാൻ. ഇവിടെ എല്ലാം നമുക്ക് കാണാം. ഇവിടെ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും മഴ പെയ്താൽ ഇവിടെ ഒരു ബുദ്ധിമുട്ട് തന്നെ മോനെ. ഇതിനൊരു മാറ്റമില്ല. ഈ ഓടയൊക്കെ കെട്ടാതിരുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെ. കഞ്ഞൂടി മുട്ടി കിടക്കണം, അത്രേ ഉള്ളൂ. ലക്ഷങ്ങൾ പോയി, അത്രേ ഉള്ളൂ. ബമ്പറുകളൊക്കെ നിറഞ്ഞു കിടക്കണം. ഈ കട മാത്രമല്ല, 4 കടയുണ്ട് ഈ ലൈനിൽ. ആ 4 കടയും നല്ല ഈ ഏരിയയിലുള്ള ഒരു കടയ്ക്കും തുറക്കാൻ പറ്റാത്ത ലക്ഷങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ബമ്പറൊക്കെ അതുപോലെ കിടപ്പുണ്ട്. ആൾ വന്നാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അവർ ഓട ക്ലീൻ ചെയ്യുന്നുണ്ട്, കനാല ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവസ്ഥ ഇതാണ്. ചേട്ടാ, വെള്ളം കയറി കടയ്ക്കുള്ളിൽ. വെള്ളം കയറിയില്ലേ? ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ആണോ? ആളുകളൊക്കെ വന്നോ ഇവിടെ കടയിലേക്ക്? 4 മണിക്ക് തുറന്നത് മഴ. 4 മണിക്ക് തുറന്നിട്ട് ആൾ വന്നില്ല. ശാസ്തമംഗലത്ത് സുരക്ഷാ ഭിത്തി ഇടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. സ്വകാര്യ ആശുപത്രിയുടെ ഹോൾഡിംഗ് ആണ് മറിഞ്ഞു വീണത്. തോരാതെ പെയ്ത മഴയിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നിൽക്കുന്നത് ശാസ്തമംഗലത്താണ്. ശാസ്തമംഗലത്ത് ആശുപത്രിയോട് ചേർന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നത് സ്വകാര്യ ആശുപത്രിയാണ്. അതിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന വീട്ടിലേക്കാണ് ആ ആശുപത്രിയിലെ
ഹോർഡിങ് മറിഞ്ഞു വീണിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഈ വീടിന് ഉണ്ടായിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ പൊട്ടി, അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം തന്നെ കേടുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം നശിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഈ മരം ഉള്ളതുകൊണ്ട് മാത്രമാണ് കൂടുതൽ അപകടം ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്തെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥൻ ശ്രീകുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇത് എന്താണ് ഉണ്ടായത്? എന്തായിരുന്നു പ്രശ്നം? രാത്രി ഒരു 11:30 വല്ലാണ്ട് ശബ്ദം ഉണ്ടായി. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഈ ഹോർഡിങ് ഇങ്ങനെ വീണ് കിടക്കുകയാണ്, മതിലിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. കാരണം ഈ ബ്രിഡ്ജിൻ്റെ പുറത്തേക്ക് അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിഡ്ജോടുകൂടി കൊളാപ്സ് ചെയ്യും. ബ്രിഡ്ജിൻ്റെ താഴെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മോളും കുഞ്ഞും കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ അവരിവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഗ്ലാസ് ഒക്കെ പൊട്ടി അകത്തേക്ക് മണ്ണും ഈ സ്പ്ലിൻറ്റേഴ്സും ഒക്കെ തെറിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ മരം കുറച്ച് തടഞ്ഞു നിർത്തി. ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ ഹോർഡിങ് വീഴാനുള്ള കാരണം പില്ലറിട്ടല്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, താഴെ മണ്ണാണ്. ഇത്രയും വലിയ ഹോൾഡിങ്, മെറ്റൽ ഹോൾഡിങ് സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബേസ്മെന്റിനില്ല. ബേസ്മെന്റ് കോൺക്രീറ്റ് ചെയ്യണം. നോക്കൂ, അവിടെ തന്നെ എല്ലാം മണ്ണാണ്. എന്ന് മാത്രമല്ല ഈ ഹോർഡിങ് സ്റ്റാൻഡ് ചെയ്യുന്ന ആ ബോട്ടം പാർട്ടിൽ കോൺക്രീറ്റ് ബ്ലോക്കില്ല, ചെറിയൊരു ബ്ലോക്കാണുള്ളത്. താഴെ മുഴുവൻ മണ്ണാണ്. അപ്പോൾ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറിഞ്ഞു വീഴും. അത് ഹൈ റിസ്ക് ആണ് അടുത്ത് താമസിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പില്ലറിട്ട് ഈ ഹോർഡിങ് ചെയ്തിരുന്നെങ്കിൽ ഒരു അപകടം ഒഴിവായി. ഇത് ചെറിയൊരു കോൺക്രീറ്റ് ബ്ലോക്കിൽ മാത്രമാണ് ഈ ഇത്രയും വലിയ കൂറ്റൻ പില്ലർ നിൽക്കുന്നത്. ഏതായാലും തലനാരിഴയ്ക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് ഈ അപകടത്തിൽ നിന്ന്. ഒരുപക്ഷെ ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേനെ. തിരുവനന്തപുരം നഗരസഭയിലെ മേലാങ്കോട് വാർഡ്. മഴ പെയ്താൽ റോഡിനും തോടിനും വേർതിരിവില്ലാതാകുന്നതാണ് ആ വാർഡിന്റെ പ്രത്യേകത. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേമം മണ്ഡലത്തിലെ ഈ വാർഡിൽ BJP കൗൺസിലറാണ്. നിൽക്കുന്നത് മേലാങ്കോട് ഭാഗത്താണ്. ഇവിടെ നമുക്ക് കാണാം ഏതാണ്ട് മുട്ടറ്റം വരെ വെള്ളമുള്ള അവസ്ഥയിലാണ്. ഈ സൈഡിലൂടെ ഒരു ഓട ഒഴുകി വരുന്നുണ്ട്. അതിന് തൊട്ട് ചേർന്നുള്ള റോഡ് മുഴുവൻ വെള്ളത്തിൽ മൂടിയ അവസ്ഥയിലാണ്. ഈ കാണുന്ന ഒരു ചെറിയ പെട്ടിക്കടയാണ്. ആ കടയിൽ വെള്ളം കയറിയ അവസ്ഥ. ഇതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത് അല്ലേ? വലിയൊരു ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. സ്ഥിരമായിട്ട് വെള്ളം കയറി. ഇവിടെ ഒരു മഴ പെയ്താൽ ഫുള്ളായിട്ട് നിന്ന് ഇവിടെ വെള്ളപ്പൊക്കമാണ്, കടയ്ക്കകത്ത് കയറും. ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ സ്ഥിരമായി ഈ റോഡിനെ പരിചയമില്ലാത്തവരാണെങ്കിൽ വന്നാൽ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം റോഡ് തകർന്ന ഒരു അവസ്ഥയിലാണ്, കുണ്ടും കുഴിയും ഒക്കെ ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് റോഡിലുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ മഴക്കാലത്ത്, കാലവർഷത്തിന്റെ സമയത്ത് മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ ഒളിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ടാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വലിയ പ്രതിസന്ധിയായി തുടരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എത്രമാത്രം ദുഷ്കരമായിട്ടാണ് ആ വാഹനം കടന്നു വരുന്നത് എന്ന്. ഇതാണ് നഗരപ്രദേശത്ത് മിക്കയിടങ്ങളിലെയും കാഴ്ച. മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത്. എന്തുപറ്റി? കുഴിയിൽ വീണു. ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ റോഡ് പൊക്കണം. റോഡ് പൊക്കി ടാർ ചെയ്ത മാറും. പിന്നെ ഓട ക്ലിയർ ചെയ്യരുത്. പലയിടത്തും ഈ ഓടകളിലേക്ക് ഉള്ള ഓവുകൾ അടഞ്ഞ അവസ്ഥയിലാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. വട്ടപ്പാറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുളങ്കാട് സജിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. 10 അടിയോളം താഴ്ചയുള്ള കിണറായിരുന്നു. വീടിനോട് ചേർന്നുള്ള കിണർ സമീപത്തുള്ള വീട്ടുകാരും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നതാണ്. നമ്മളിവിടെ വെള്ളം എത്രയെങ്കിലും വീട്ടുകാർ കോരി കുടിക്കണ വെള്ളമായിരുന്നത്. ഇത്രയും ഇന്നലെ വൈകുന്നേരമാണ് ഈ വലിയ മഴയത്ത് ഇടിഞ്ഞ് ഇങ്ങനെ വീഴുന്നത്. ഇപ്പം വെള്ളം കോരാൻ പാങ്ങില്ലാത്ത വിധത്തിലായി. ഇന്നലെ ഇടിയണത് വരെ ഇതിലെ വെള്ളമാണ് കോരിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ വെള്ളം കോരുമായിരുന്നു. ഇപ്പം ഈ പൈപ്പ് ലൈൻ വന്നതിന് ശേഷം കുറച്ച് പേരൊക്കെ എടുക്കുള്ളായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വെള്ളം കോരാൻ പാങ്ങില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നത്. ചാലക്കമ്പോളത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെയും വെള്ളം കയറി. വെള്ളക്കെട്ട് കോടിക്കണക്ക് കൊടുത്ത് കെട്ടിയ സ്ഥലത്തെ അവിടെ വെള്ളം പൊങ്ങി കിടക്കുന്നു. കോടിക്കണക്ക് ചെലവഴിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും വെള്ളം പൊങ്ങുകയല്ലേ. അപ്പം ആരെ പറയാൻ? കച്ചവടത്തെ ബാധിക്കത്തില്ലേ മഴ? കച്ചവടം അല്ലെങ്കിലും ബാധകമാണ്. നമ്മൾ പിന്നെ എല്ലാം തരണം ചെയ്ത് പോകുന്നു, അത്ര തന്നെ. ഉള്ളത് കൊണ്ട് പോകണം പോലെ. അതാ ഈ ഗ്ലാസ് ഡോറാണ് മഴയത്ത് ഈ ഗ്ലാസ് ഡോറാണ് രാവിലെ ഈ കടയുടമ എത്തിയപ്പോൾ പൊട്ടിക്കിടക്കുന്ന രീതിയിൽ കണ്ടത്. ഈ നടുക്കുള്ള ഗ്ലാസ് പൊട്ടിപ്പോയി. ചേട്ടാ എപ്പോഴാണ് കണ്ടത്? ഇന്ന് രാവിലെ കട തുറക്കാൻ വന്ന സമയത്താണ് കണ്ടത്. എല്ലാ പ്രാവശ്യം മഴ വരുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ രൂപയുടെ സാധനം ഇതുപോലെ വേസ്റ്റായി പോകണതാണ് ജോലി. അത് മൊത്തം ചെളിയാണ്.
ഒരു പരിഹാരം ഇതുവരെ ചാലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 സൈഡും ഓട കോരണം, കോരിയാൽ മാത്രമേ വെള്ളം പോകത്തുള്ളൂ. എല്ലാ 4 സൈഡുമുള്ള ചുറ്റുമുള്ള 8 റോഡുകൾ പൊങ്ങി. മെയിൻ റോഡുകളിൽ ഒരു പണിയും നടക്കുന്നില്ല. മെയിൻ റോഡ് ഇപ്പോഴും കുണ്ടും കുടിയുമായി തകർന്നു കിടക്കുകയാണ്. അതായത് പല പ്രാവശ്യം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ല, സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു, മുട്ടായി തെരുവാക്കി തരാമെന്ന് പറഞ്ഞു, ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്നു. ഇതിന് പരിഹാരം വേണം. ചാലയിലെ വ്യാപാരികൾക്ക് മഴ പെയ്യുമ്പോൾ ആശങ്കയാണ്. ആ ആശങ്ക മാറണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി അധികാരികൾ കൃത്യമായി പരിഹാരം കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ദുരിതമെല്ലാം ജനങ്ങൾ അനുഭവിച്ചു. അവലോകന യോഗത്തിന് ശേഷം ജില്ലാ ഭരണകൂടം വീഴ്ച സമ്മതിച്ചു. തമ്പാനും കിഴക്കേക്കോട്ട് സാറിന് തമ്പാനും അങ്ങനെ വെള്ളം കുറച്ച് നാളായിട്ട് കയറുന്നില്ലായിരുന്നു. കിഴക്കേക്കോട്ട് ഈ വെള്ളം കയറുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് പിന്നെ ഗംഗാനഗർ, രാമേന്ദ്ര ആ റോഡ് അവിടെയെല്ലാം കുറച്ച് വെള്ളം കൂടുതൽ കയറിയിട്ടുണ്ട്. അത് പൊഴിമുറിക്കാൻ താമസിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ് അതിശക്തമായ മഴയ്ക്ക് കാരണം. തിരുവനന്തപുരത്തെ ഈ ഒരു ദിവസത്തെ മഴ കൊണ്ട് നമ്മൾ 5 ദിവസത്തെ ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ 260% മഴ കൂടുതൽ കിട്ടി ഒരൊറ്റ രാത്രിയിൽ മഴ കൊണ്ടെന്നാണ്. കാരണം ശരാശരി മഴ വളരെ കുറവാണ് തിരുവനന്തപുരത്ത് ഈ സമയത്ത്. അപ്പോൾ ഇന്നലെ കിട്ടിയ മഴ വളരെ അധികമാണ് ശരാശരി കണക്ക് കൂട്ടിയാൽ. അപ്പോൾ ഈ മഴയ്ക്ക് കാരണം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ്. അപ്പോൾ ന്യൂനമർദ്ദം ഇന്നലെ വൈകുന്നേരം രൂപപ്പെട്ടു. അപ്പോൾ അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെക്കൻ ജില്ലകളിലാണ് പൊതുവേ മഴ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഇന്നലെ സൈക്ലോണിക് സർക്കുലേഷൻസ്, അതായത് ചക്രവാത ചുഴികളുണ്ടായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ. അത് ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അത് ഒന്നിച്ചായി ഒരു ലോ പ്രഷർ ഏരിയ ഫോം ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് തെക്കൻ ജില്ലകളിലാണ് സാധാരണ മഴ പെയ്തു തുടങ്ങുക. അപ്പോൾ ആ ഒരു സീക്വൻസ് ഇന്ന് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ ആദ്യം, പിന്നെ മധ്യ കേരളത്തിൽ, പിന്നെ വടക്കൻ ജില്ലകളിൽ എന്നുള്ള രീതിയിലാണ് മഴ എപ്പോഴും ഉണ്ടാവുക. നഗരത്തിലും ഗ്രാമപ്രദേശത്തും ശക്തമായ മഴയാണ് ലഭിച്ചത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇത്തവണ മധ്യ തെക്കൻ കേരളത്തിലേക്കാണ് കൂടുതൽ മഴ ശക്തമായിരിക്കുന്നത്. തലസ്ഥാനത്തൊക്കെ ഇന്ന് പെയ്ത കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് പെയ്ത മഴയുടെ അളവ് പരിശോധിക്കാം. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ 8:30 വരെ 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവ് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ മഴ പെയ്ത പ്രദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൃഷ്ണപുരമാണ്. 210 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്. ഇതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശം. ഇനി അടുത്തതായി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയാണ്. 186 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് വിലക്കു കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരുന്നത് ചെമ്പങ്കോടാണ്. 181 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്. വലിയ അളവിൽ തന്നെ മഴ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിലാണ്. 169 മില്ലിമീറ്റർ മഴയാണ് നെയ്യാറ്റിൻകരയിൽ ലഭിച്ചത്. ഇനി വരുന്ന പ്രദേശം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയ്ക്ക് തന്നെ സമീപമുള്ള പള്ളിച്ചലാണ്. 178 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ 8:30 വരെയുള്ള കണക്കാണിത്. വിവിധയിടങ്ങളിൽ അതിനുശേഷവും ശക്തമായ മഴ തുടരുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അപ്പോൾ ജാഗ്രതയോടെ സുരക്ഷിതരായിരിക്കുക. 2 ദിവസം കൂടി കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് തെക്കൻ കേരളത്തിൽ പെയ്ത കനത്ത മഴ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലേക്കും വ്യാപിക്കും. ജാഗ്രത തുടരണം.